നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപ്പിള്ള. നമസ്കാരം നമ്മുടെ രാജേഷ്. അതെ നമ്മുടെ വാഴട്ടൂണ കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തീരുന്നില്ല. തദ്ദേശ വകുപ്പ് ആ ഉത്തരവ്, തദ്ദേശ അണ്ടർ സെക്രട്ടറി ചിത്ര കൊണ്ടുവന്ന ആ നിർദ്ദേശം അത് റദ്ദ് ചെയ്തിരിക്കുന്നു. അത് ഉത്തരവ് പിൻവലിച്ചു. അങ്ങനെ നിയമക്കുരുക്കിലേക്ക് അത് നീങ്ങുകയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ, അതായത് UDF നേതാവായ, നഗരസഭാ കൗൺസിലർ UDF നേതാവായ ശബരിനാഥൻ, അഡ്വക്കേറ്റ് ശബരിനാഥൻ വീണ്ടും ചില കേസുകൾ നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ കൊണ്ടുവരുന്നു. നഗരസഭ ഭരണ സംവിധാനത്തിനെതിരെ പുതിയ കേസുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയായി മാറിയിരിക്കുകയാണ് നമ്മുടെ അഡ്വക്കേറ്റ് ശബരിനാഥൻ. ആരാണ് ശബരിനാഥനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? കാരണം ശബരിനാഥ് ഒറ്റയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ സ്വന്തം തീരുമാനപ്രകാരം ചെയ്യും എന്ന് ഒരു കാര്യം കരുതില്ല. ആരോ ഒരു സംഘം പിന്നിലുണ്ട്. ഇതൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാൻ നഗരസഭാ മേയർ VV രാജേഷിനെതിരെ, അല്ലെങ്കിൽ നഗരസഭയിലെ പുതിയ ഭരണ സംവിധാനത്തിനെതിരെ വീണ്ടും ഭരിക്കുന്ന UDF, സംസ്ഥാനം ഭരിക്കുന്ന UDF എല്ലാ ഒത്താശയോടും കൂടിയാണോ ഈ ശബരിനാഥന്റെ ഈ ഒരു പുതിയ നീക്കങ്ങൾ? സത്യത്തിൽ ശബരിനാഥന്റെ തന്ത്രത്തെ ശബരിനാഥന്റെ തന്ത്രമായി മാത്രമാണ് ഞാൻ ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം ശബരിനാഥന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നോ ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ നിലനിന്നിട്ടുള്ള ഒരു അണ്ടർ സെക്രട്ടറിയെ പോയി ഫോഴ്സ് ചെയ്ത് മുഖം രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ശബരിനാഥൻ പുറത്താക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു, അല്ലെങ്കിൽ സസ്പെൻഷനിലാക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ടൂളായി ഉപയോഗിച്ചത് ഷാജിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നോക്കൂ, കഴിഞ്ഞ കുറെ നാളുകളായി, ഒരു മാസത്തിലേറെയായി ശബരിനാഥൻ വീണ്ടും കളത്തിൽ നിറയുകയാണ്. ശബരിനാഥന് 2-3 ആവശ്യങ്ങളാണുള്ളത്. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആ ഭരണം ഇല്ലാതാക്കുക. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറെ കടന്നാക്രമിക്കുക. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട് അടക്കമുള്ള സ്വത്തുക്കൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായ ഒരു വിവാദം. ആ വിവാദം അപ്പോൾ തന്നെ ശബരിനാഥൻ പരാതി നൽകിയതാണ്. ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ യാതൊരു അപാകതയുമില്ല എന്ന് കണ്ടെത്തിയതാണ്. ഇതിനു മുമ്പ് പാർലമെന്റിൽ മത്സരിച്ചപ്പോഴും, രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിൽ മത്സരിച്ചപ്പോഴും കോൺഗ്രസ് ഇതേ കാര്യം തന്നെ ഉന്നയിച്ചിരുന്നു. അന്നും ഇതിന് ക്ലാരിറ്റി വരുത്തി അത് നിയമപരമായി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോയതെന്ന് നമുക്ക് വ്യക്തമായിട്ടും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ രാജീവ് ചന്ദ്രശേഖരെയും അതുപോലെ തന്നെ ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായ സുഗതൻ വഴി VV രാജേഷിനെയും ലക്ഷ്യം വെക്കുന്നതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായി നമ്മൾ ആലോചിക്കണം. കോൺഗ്രസിൽ നിന്ന് ഇത്തരം നിലപാടുകൾ വേറെ ആരും എടുക്കുന്നില്ല എന്നിടത്താണ് ശബരിക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭ്യമാകുന്നുണ്ടോ എന്ന സംശയം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മുടെ VV രാജേഷ് വന്നതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷന് തന്നെ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകുന്നു. കോർപ്പറേഷനിലെ അഴിമതികൾ പുറത്തു വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലായിടവും അറിയുന്ന, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ലോകം മുഴുവൻ അറിയുന്ന ഒരാളായി മാറുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോ അമേരിക്കൻ ട്രിപ്പിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യഘട്ടത്തിൽ VV രാജേഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുഗതനെ അടക്കമുള്ള കാര്യങ്ങളിൽ സുഗതന്റെ കാര്യം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടത്. അതുവഴി രാജേഷ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് നടക്കുന്നില്ല എന്ന ബോധ്യം വരുന്നു. ഒപ്പം BJPയിലെ ചില്ലറ അഴിമതികൾ പുറത്തു വരുന്നു. ഈ അഴിമതിക്കാരായ പല നേതാക്കന്മാർക്കും മുഖം രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്ക് സംശയിക്കാൻ കഴിയും, ശബരിനാഥനെ വീണ്ടും കുത്തിയിളക്കി പഴയ പരാതിയുമായി പോയതാണോ എന്ന് സംശയമുണ്ട്. കാരണം ആദ്യഘട്ടങ്ങളെല്ലാം BJPയിലെ 3-4 അഴിമതിക്കാരുടെ കാര്യം, അഴിമതി കാണിച്ചു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം വെട്ടിച്ചു, ചില സീറ്റുകൾ പേയ്മെന്റ് സീറ്റുകളാക്കാൻ ശ്രമിച്ചു, അങ്ങനെ ആരോപണങ്ങൾ, പല കത്തുകൾ, പലതരത്തിലുള്ള പരാതികൾ അടക്കമുള്ളവ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. ആ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, അത്തരത്തിലുള്ള പരാതികൾ വന്നപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരെ ലക്ഷ്യം വെക്കുന്നു, BJPയെ ലക്ഷ്യം വെക്കുന്നു എന്ന തരത്തിൽ അഴിമതിക്കാരായ ആൾക്കാർ അങ്ങോട്ട് പാടി പുകഴ്ത്താൻ തുടങ്ങി. അത് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ, ഏഷ്യാനെറ്റിനെതിരെ ഒരു മാസ് മൂവ്മെന്റ് ഇത്തരത്തിലുള്ള ചില ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്നു. അതുപോലെ ആ മൂവ്മെന്റ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു പരാതിയുമായി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 6 മാസത്തെ ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 4-ാം മാസത്തിൽ വീണ്ടും ഒരു പരാതിയുമായി ശബരിനാഥൻ രംഗത്ത് വരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം
രാജീവ് ചന്ദ്രശേഖരനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വാലുപൊക്കി ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, അഴിമതി ആരോപണത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുള്ള ചിലർ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു, ചിലർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആകുന്നു. സുഗതനെ കാണാൻ ഇന്നലെയാണ് ഇത്രയും ദിവസമായി സുഗതൻ ഏതാണ്ട് ജയിലിലായിട്ട് എനിക്ക് 1.5 മാസത്തിൽ കൂടുതലായി. ഇത്രയും ദിവസത്തിനിടയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഗതനെ കാണാൻ ഇന്നലെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം, അത് മാത്രമല്ല ഇത്രയും കാലം പോകാതിരുന്ന സ്ഥലങ്ങളിൽ പഴയകാല പ്രവർത്തകരെ എല്ലാം ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. എല്ലാ ജില്ലകളിലും പ്രവർത്തകരുമായി ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇവരുടെ പോക്ക് എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഞങ്ങളെ പുറത്താക്കിയ രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റ് അടക്കം പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും പുറത്താക്കരുത്, പുറത്താക്കാതെ പാർട്ടി സംരക്ഷിച്ചു കൊള്ളണം എന്ന ഒരു സന്ദേശം നൽകാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പാനിക്കാക്കാനുള്ള ഒരു നീക്കമാണെന്ന് സ്വാഭാവികമായി സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ആലോചിച്ച് നോക്കൂ, ഈ 4 മാസത്തിന് ശേഷമാണോ? അങ്ങനെയാണെങ്കിൽ അന്നേ പോകേണ്ടതല്ലേ? സ്വാഭാവികമായും ഇലക്ഷൻ കഴിഞ്ഞ ശേഷം 4 മാസത്തിന് ശേഷം വീണ്ടും ഒരു പരാതിയുമായി വരുന്നു. BJP-യിലെ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് സീരീസ് ഓഫ് കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും ഈ ആക്കപ്പെടേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ പുറത്താകും എന്ന് പേടിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു തന്ത്രമാണെന്നാണ് പറയുന്നത്. ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ BJP-യുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് കണ്ടു. ആ ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് ഇത് BJP-യെ ലക്ഷ്യം വെച്ചുള്ള BJP കോർപ്പറേഷനിൽ വലിയ രീതിയിൽ വിജയിച്ചു വരുന്നു. അപ്പൊ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള നീക്കമാണ് കോർപ്പറേഷൻ. അതുപോലെ BJP-ക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ അവർ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. ആ വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ ചില വ്യക്തവും കൃത്യവുമായി പറയുന്ന ചില കാര്യങ്ങൾ അവർ പറയുന്നത്, അവർക്ക് ഇതിന്റെയൊക്കെ മേൽനോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 35 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അത് എല്ലാം ഏകീകരിക്കുകയായിരുന്നു. കൊട്ടേഷൻസ് ഒക്കെ മറ്റുള്ളവരാണ് വാങ്ങുന്നതെന്നൊക്കെയാണ്. കൊട്ടേഷൻസ് അപ്രൂവ് ചെയ്യേണ്ടത് ഇവരാണ്. അപ്രൂവ് ചെയ്തപ്പോൾ ഡയറക്റ്റ് കാശ് വാങ്ങിച്ചോ എന്നല്ലല്ലോ. അപ്രൂവ് ചെയ്യുമ്പോൾ ആ അപ്രൂവ് ചെയ്യാനുള്ള റീസൺസ് പലതും പുറത്തു വന്നതാണ്. അതുപോലെ പരാതിക്കാർ പുറത്തു വന്ന് പറയുന്നില്ല, തെളിവുകളൊന്നുമില്ല, താൻ നിരപരാധിയാണെന്ന് പറയുന്നു. അതിനിടയിൽ ചില കാര്യങ്ങൾ അവർ പറയുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതായത് അവർ സിംഗിൾ മദറാണ്, അവർ 15 വർഷമേ അവരുടെ ഭർത്താവ് അവരെ കളഞ്ഞിട്ട് പോയി, അപ്പോ കുറച്ചു കാലങ്ങളായി അവർക്ക് ആ കടം കൂടി വരേണ്ടി വന്നു. അതുപോലെ വേറെ വിവാഹം കഴിച്ചില്ല, മകളെ കൂട്ടിപ്പിടിച്ച് ജീവിക്കുകയായിരുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥം നമ്മൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് അവർ കല്യാണം കഴിച്ചതാണോ, കുട്ടിയുണ്ടോ, അവരെ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്ന ഒരാളല്ല. വ്യക്തിപരമായ വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടുമില്ല. BJP-യിൽ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യിൽ അവർ അഴിമതി കാണിച്ചു എന്നതിന്റെ ബോധ്യം BJP-ക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തി എന്നതായിരുന്നു നമ്മുടെ വാർത്ത. അതിനുശേഷം മലവെള്ളപ്പാച്ചിൽ പോലെ വാർത്തകൾ വന്നു. അന്ന് അതിന് കാരണമായ പല കാര്യങ്ങളും, ഇത്തരത്തിലുള്ള ചില ലോണുകൾ അടച്ചു തീർത്തതും അക്കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യമോ, അവർ വേറെ കല്യാണം കഴിച്ചെന്നോ, അവർ സഹതാപ തരംഗം അടിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്നത്, ഇതൊക്കെ എന്ന് പറയുന്നത് BJP-യിൽ വീണ്ടും തിരിച്ചു കയറാനുള്ള ഒരു നീക്കമാണ്. അവർ പറയുന്നത് അവരിപ്പോഴും സംസ്ഥാന സെക്രട്ടറിയാണ് എന്നാണ്. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും സംസ്ഥാന സെക്രട്ടറിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 2-3 ആഴ്ചയായി നടന്ന BJP-യുടെ ഒരു പരിപാടിയിലും അവർ പങ്കെടുത്തിട്ടില്ല. BJP-യുടെ ഒരുപാട് പരിപാടികൾ നടന്നു, ആ പരിപാടിയിലൊന്നും അവർ പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല BJP-യുടെ ലീഗൽ സെല്ല് വഴി പരാതി നൽകുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. BJP-യുടെ ലീഗൽ സെല്ല് വഴി പരാതിപ്പെടുന്നത് ലീഗൽ സെല്ലിലെ അഭിഭാഷകൻ വഴിയല്ല. BJP പരാതിപ്പെട്ടെങ്കിൽ BJP ആണ് അത് പറയേണ്ടത്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയണം അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ. അങ്ങനെ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയണം. ഏതായാലും എനിക്ക് അങ്ങനത്തെ പരാതികളൊന്നും എന്റെ മുമ്പിൽ, അങ്ങനത്തെ നോട്ടീസുകളോ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് അയക്കണമെങ്കിൽ പല മാർഗങ്ങളുണ്ടല്ലോ. ആ മാർഗങ്ങളൊന്നും എനിക്കറിയില്ല, എനിക്ക് വന്നിട്ടില്ല. കമ്പനിക്ക് മെയിൽ ID ഉണ്ട്, എനിക്ക് സ്വന്തം മെയിൽ ID ഉണ്ട്. ഞാൻ അവിടെ അല്ല എന്ന് ഈ പറയപ്പെടുന്ന ഈ ലീഗൽ സെല്ല് എന്ന് പറയുന്ന ലീഗൽ സെല്ലിന്റെ അഭിഭാഷകനും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ലീഗൽ സെല്ലിലെ അഭിഭാഷകൻ എന്ന് പറയുന്നത് വ്യക്തിപരമായി എനിക്കും നേരത്തെ പരിചയവും ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. അയാൾക്കറിയാം ഞാൻ ഡൽഹിയിലാണെന്നും അറിയുന്ന കാര്യമാണ്. അപ്പോ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുന്നു. ക്രിമിനലായി കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു, കമ്മീഷണർക്ക് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും അതൊക്കെ അവർ നിയമവഴി എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. ഏതായാലും അതിൽ യാതൊന്നും നമുക്ക് പറയാനില്ല. അതുപോലെ അവർ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കാൻ പറഞ്ഞിട്ടുമില്ല അവരോട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അവരെ വ്യക്തിപരമായി അവരുടെ ഒരു കാര്യങ്ങളും വ്യക്തിപരമായി അറിയില്ല. ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് BJP-യിൽ നിന്ന് അവരെ പുറത്താക്കി മാറ്റി നിർത്തി എന്നുള്ളതാണ്. റിലീസ് ഇറക്കിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്, ഞാൻ അന്നും പറഞ്ഞു. പക്ഷെ അവരെ പുറത്താക്കി എന്നിപ്പോ എല്ലാവരും പറഞ്ഞു ഞാൻ പുറത്താക്കി എന്ന് വാർത്ത ചെയ്തതോടുകൂടി മറ്റെല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു വാർത്ത വന്നാൽ BJP-ക്ക് ദോഷകരമാകുമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. BJP-യിൽ ആദ്യമായിട്ട് പുറത്താകുന്ന
ഉണ്ടാകുന്ന ആളൊന്നുമല്ല. ഇപ്പൊ പറയപ്പെടുന്ന ഈ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ MT രമേശ്, ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കുന്ന MT രമേശ്, എസ് സുരേഷുമാണ്. അവരാണ് ഇത്തരത്തിലുള്ള നീക്കമൊക്കെ നടത്തുന്നത്. ഏതായാലും ഇങ്ങനെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ അവർ അച്ചടക്കമാണോ, അച്ചടക്ക ലംഘനമാണോ, അല്ലെങ്കിൽ സാമ്പത്തിക അഴിമതിയാണോ, എന്ത് നടത്തിയാലും മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയല്ലേ പറയേണ്ടത്, പാർട്ടി പരാതി കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുത്തു എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഇവരെ കൂടി വിളിച്ചിരുത്തി ഒരു വാർത്താ സമ്മേളനം നടത്തി ഇവരെ പുറത്താക്കിയിട്ടില്ല എന്ന് പറയണ്ടേ? അതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പൊ അതെന്തെങ്കിലും ആകട്ടെ, അത് പാർട്ടിയുടെ വിഷയമാണ്. ഞാൻ ഈ വിഷയം അവിടെ നിന്ന് അവസാനിപ്പിച്ച വിഷയമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത് നമ്മുടെ ചാനലിനെ പറ്റി പറയുന്നത്, നമ്മുടെ ചാനലിനെ പറ്റിയാണ് അവർ എന്നെ മാത്രം ലക്ഷ്യം വെച്ചാണ് സംസാരിക്കുന്നതെന്ന് ആ ഇന്റർവ്യൂ കേട്ടാൽ നമുക്ക് മനസ്സിലാകും. മറ്റാരോടും അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന, പൈസ നൽകി എന്ന് പറയപ്പെടുന്ന, പരാതി നൽകിയവരെ കുറിച്ച് അവർക്ക് പരാതിയില്ല, അത്തരത്തിലുള്ള പ്രശ്നമില്ല. അതുപോലെ ഇതൊരു സ്ത്രീ വിഷയമാക്കി ചിത്രീകരിക്കുക എന്നുള്ള സംഘപരിവാർ എപ്പോഴും നടത്തുന്ന ഒരു വിഷയമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചാൽ പോലും അത് സ്ത്രീ വിഷയമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് മാറ്റി തീർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു സ്ത്രീ വിഷയത്തിലേക്ക് ഇത് കടത്താനുള്ള നീക്കം നടത്തുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമായി എനിക്കുണ്ട്. കാരണം ഇതൊരു സ്ത്രീ വിഷയമല്ല. ഞാൻ അവരുടെ വ്യക്തിപരമായ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല അവർ കല്യാണം കഴിച്ചാണോ, അവർക്ക് കുട്ടിയുണ്ടോ, അവരുടെ ഡിവോഴ്സ് ആണോ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ആ വിഷയങ്ങൾ അന്വേഷിച്ചിട്ടുമില്ല. ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലവും, അവർ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ, ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ, അവരുടെ ഭർത്താവ് കളഞ്ഞിട്ട് പോയിട്ടുണ്ടോ എന്ന് ഞാൻ ആരോടും, BJP ആരോട് ചോദിച്ചാലോ, ഞാൻ ആരോടും ഈ വിഷയങ്ങൾ സംസാരിക്കാറില്ല. ഞാൻ വ്യക്തിപരമായ ഒരു വിഷയങ്ങളും എന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്നോട് പറയുന്നത് ഞാൻ കേൾക്കും എന്നതിനപ്പുറത്തേക്ക് ആരോടും ഞാൻ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒന്നും തന്നെ ഈ നിമിഷം വരെ സംസാരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ വിഷയമല്ല ഉന്നയിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ അവർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അവരെ മാറ്റി നിർത്തിയ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അവിടെ വന്ന് സഹതാപം ക്രിയേറ്റ്, ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത് സഹതാപം ക്രിയേറ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. മാധ്യമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഈ പറയപ്പെടുന്ന സ്ട്രാറ്റജിക് ടീമിലുള്ള അനീഷ എന്ന് പറയുന്ന കുട്ടി, അതിന്റെ രേഖ ഞാൻ ഇതില് കൊടുക്കാം. ആ പെൺകുട്ടിയും ഈ സ്ട്രാറ്റജിക് ടീമിലുള്ളതാണ്. അതില് ഓഡിയോ വിഭാഗത്തിൽ ഉള്ള പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ മുമ്പിലിരുന്ന്, അതായത് രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന രണ്ടുപേരും കൂടി വന്നിരുന്ന് ഇന്റർവ്യൂ നടത്തുന്നു. ആ ഇന്റർവ്യൂവിൽ അവർ കരയാൻ ശ്രമിക്കുന്നു, സിംഗിൾ മദർ ആണെന്ന് പറയുന്നു, മകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു, അമ്മയും അച്ഛനും മരിച്ചുപോയതാണെന്ന് പറയുന്നു. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാനും ഡിവോഴ്സ് ആയിരുന്നു, എന്റെ അമ്മയും അച്ഛനും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് പറഞ്ഞ് സ്വാഭാവികമായ ഒരു സഹതാപം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. ഈ ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ ആയിരുന്നില്ല, ആ ലാംഗ്വേജ് ഒക്കെ മാറ്റി, മോഡുലേഷൻ ഒക്കെ മാറ്റി, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അത്തരത്തിലുള്ള ഇന്റർവ്യൂകളൊക്കെ നടത്തുന്നു. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം എന്നതിനപ്പുറത്തേക്ക് എനിക്കിതിനെ കാണാൻ കഴിയില്ല. സഹതാപം ക്രിയേറ്റ് ചെയ്യുന്നു, അതിനിടയിൽ ചില വെല്ലുവിളികൾ നടത്തുന്നു. BJP-യിൽ ഇനി പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നു. തനിക്ക് കിട്ടിയ വോട്ട് മറ്റാർക്കും കിട്ടിയില്ല എന്ന് പറയുന്നു. സ്ഥാനാർത്ഥികളുടെ അനുസരിച്ച് അല്ലെങ്കിൽ വോട്ടിന്റെ പെർസെന്റേജ് അനുസരിച്ചും വോട്ടും ഒക്കെ പക്ഷെ വിജയിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വിജയിച്ചിട്ടില്ല, അത് യാഥാർത്ഥ്യമാണല്ലോ. എന്റെ വോട്ടിന്റെ പെർസെന്റേജ് അല്ലെ, ഞാൻ വോട്ട് ചെയ്തത് ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതിനിടയിൽ മറ്റൊരു കാര്യം പ്രധാനമായി പറയുന്നത്, വന്നിരുന്ന് ഞാൻ വലിയ സംഭവമൊന്നുമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ സാധാരണ പ്രവർത്തകയാണെന്ന് പറയുന്നു. ഒരു സാധാരണ പ്രവർത്തകയ്ക്ക് വളരെ പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിയും എന്ന ബോധ്യം എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു. അത് ഉണ്ടായതുകൊണ്ടാണ് പലരും ഈ സംസ്ഥാന സെക്രട്ടറി പദത്തെ ചോദ്യം ചെയ്തത്. ഒരു സാധാരണ പ്രവർത്തകയായി വന്ന് എവിടേക്കോ ചെറിയ രീതിയിൽ, അതും 2014 ശേഷമാണ്. ഞാൻ പറഞ്ഞ വാദങ്ങളെല്ലാം ശരിയാണ്. അവർ ലോൺ അടച്ചിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഹൗസിംഗ് ലോൺ അടച്ചു തീർക്കണ്ടേ എന്ന് അവർ ചോദിക്കുന്നു. അവർ കാറ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അത് ലോൺ ആണെന്ന് അവർ പറയുന്നു. അത് അവർ ലോൺ ആണെങ്കിൽ അവർ തെളിയിക്കട്ടെ, ലോൺ ആണെന്ന് അവർ പറയുന്നു. അപ്പോ അതുപോലെ പല കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ട്. അതിനിടയിൽ അവർ പറയുന്നത്, ചിലർ വന്നിരുന്ന് അവർ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ BJP-യുടെ മെമ്പർഷിപ്പ് പോലും ഉള്ള ആളല്ല. ഞാൻ ഒരിക്കലും വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മഹാസംഭവമാണെന്ന്. BJP-യുടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏതെങ്കിലും തരത്തിൽ ആക്റ്റീവ് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ BJP-യുടെ ഭാരവാഹിത്വം വഹിച്ച ആളല്ല. ഞാൻ മാധ്യമപ്രവർത്തകയായിരുന്നു, മാധ്യമപ്രവർത്തനം ചെയ്തു പോയ ഒരാളാണ്, മാധ്യമപ്രവർത്തകയായി തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പറയുന്നത് ഇത് മഞ്ഞപ്പത്രമാണ് എന്നാണ്. എവിടെ ഇരുന്നാ പറയുന്നത്? നമ്മുടെ അതേ മോഡലിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന, അതേപോലെ തന്നെ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്ന ഞാൻ ആ മാധ്യമത്തെ മഞ്ഞപ്പത്രം എന്ന് പറയാൻ എന്റെ സ്പേസിൽ, എനിക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ എന്റെ സ്പേസിൽ വന്നിരുന്ന ഞാൻ മഞ്ഞപ്പത്രം എന്ന് പറയാൻ സമ്മതിക്കില്ല. കാരണം ഈ നാളെ നിങ്ങൾക്കും ബാധകമാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും വാർത്ത കൊടുത്താൽ നിങ്ങൾക്കും ഇത് മഞ്ഞയാണെന്ന് പറയാനുള്ള കാര്യമുണ്ട്. മഞ്ഞയല്ലാത്ത മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന രീതിയിൽ ചില നീലക്കാർക്ക് ഈ മഞ്ഞയാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അവരുടെ കണ്ണിൽ മുഴുവൻ നീലയായതുകൊണ്ടാണ് ഇത് മഞ്ഞയാണ് എന്ന് തോന്നുന്നത്. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമുക്കറിയാം
മഞ്ഞ എന്ന് വിളിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗോസിപ്പുകൾ, എന്തെങ്കിലും അവിഹിത കഥകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടു രാഷ്ട്രീയപരമായി വാർത്ത ചെയ്യുന്ന എന്റെ ചാനൽ ഒരിക്കലും അങ്ങനത്തെ അല്ലാത്ത ഏതെങ്കിലും ഒരു പിന്നെ ക്യാപ്ഷനോ ഏതെങ്കിലും ഒരു ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ. ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പത്രപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ആ രാഷ്ട്രീയം മാത്രമേ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളല്ലാതെ അവിഹിതമോ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ എന്റെ ചാനൽ വരില്ല. അതുകൊണ്ട് മഞ്ഞ എന്നൊന്നും പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചാൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇരുന്ന് അപ്പൊ ആലോചിച്ച് നോക്കണം, കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഭ്രാന്തമായി ഓടിച്ചിട്ട് പിടിക്കുകയും എല്ലാ മാധ്യമങ്ങളിലൂടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്ന ഇവർ തന്നെ മാധ്യമങ്ങളെ മഞ്ഞപ്പത്രങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളെ മഞ്ഞപ്പത്രങ്ങൾ എന്ന് ആക്ഷേപിക്കുകയാണ്. ഒന്ന്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് മഞ്ഞപ്പത്രം ആയിക്കോട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഈ വിഷയങ്ങൾ വാർത്തകളായി വന്നപ്പോ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരെയൊക്കെ വിളിച്ചു, ആരുടെയൊക്കെ വീട്ടിൽ പോയി മാധ്യമ പ്രവർത്തകരുടെ വാർത്ത കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതൊക്കെ മഞ്ഞയാണെങ്കിൽ എന്തിനാണ് മാധ്യമപ്രവർത്തകരുടെ വീട്ടിലേക്ക് തള്ളിക്കേറി ഓടി രാവിലെ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ പോയി അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ചെയ്ത് വളരെ മോശമായി പോയി, എന്നെ കുറിച്ച് ഇങ്ങനെ വാർത്ത ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാല് പിടിക്കാൻ പോയത് എന്തിനാ? അപ്പൊ ഇതൊക്കെ മഞ്ഞയാണ് എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോ അത് മറ്റുള്ളവരെ കളിയാക്കാനുള്ള ഒരു മാർഗമായി, വീണ്ടും ഇത്രയും പെട്ടു നിൽക്കുമ്പോഴും മറ്റുള്ളവരെ ആക്ഷേപിക്കാനുള്ള മാർഗമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വ്യക്തിപരമായ കാര്യം. ഞാൻ എന്റെ മകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, മകളെ അത് അമ്മമാര് മകളെ ചേർത്ത് പിടിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യും. അപ്പോ ഞാൻ സിംഗിൾ മദറാണ്, എന്റെ ഭർത്താവ് ഇട്ടിട്ട് പോയത്, ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല, ഇന്ന് രാഷ്ട്രീയത്തിലൊരു വിഷയമേ അല്ല. അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയ ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പേരുദോഷങ്ങളും ഒരുപാട് ആൾക്കാർ നമ്മളെ കുറിച്ചൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും സത്യമില്ലാത്തത് കൊണ്ട് ഇന്നും നമുക്ക് സത്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതിന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനോ പോകേണ്ട കാര്യമില്ല. ഒരാളുടെ വ്യക്തിപരമായ വിഷയം, വിവാഹം, ആരുടെയെങ്കിലും പ്രണയം, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ള ബന്ധങ്ങളോ, അതൊക്കെ വ്യക്തിപരമായ വിഷയമാണ്. അതിന് രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. ഇനി ഈ വ്യക്തിപരമായ വിഷയമാകുമ്പോഴും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഹണി ട്രാപ്പ് ചെയ്യാനോ ഏതെങ്കിലും രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ, ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോയാലോ ഉള്ളതിൽ തെറ്റ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങളൊന്നും, ഇവരുടെ വ്യക്തിപരമായ ഒരു വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. അതുപോലെ അവർ പറയുന്നു ഇവരൊക്കെ വലിയ ആൾക്കാരാണെങ്കിൽ ഞാൻ എത്തിയ ഇടത്ത് എത്തേണ്ടത്. നിങ്ങൾ എത്തിയ ഇടത്ത് എല്ലാവരും എത്തില്ല മാഡം. അവിടേക്ക് എത്താനുള്ള സൗകര്യം ഗോഡ് ഫാദർമാരുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ എന്ന ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ നാട്ടുകാർ ഇത് പറയുന്നത്. ഞാൻ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാവരും നിങ്ങളുടെ ഗോഡ് ഫാദറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പേർ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ചിട്ടുള്ള പലരും അവിടെയുണ്ട്. അവരാരും സംസ്ഥാന സെക്രട്ടറി ആവുക, ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുകയോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത്തരത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ, ഒരു ഓഫീസ് മാനേജറിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, ടി പി സിന്ധുമോൾ, പേര് തന്നെ എടുത്തു പറയാം. ടി പി സിന്ധുമോൾ ആയിരുന്നു ആ പോസ്റ്റിലേക്ക് ആകേണ്ട വ്യക്തി. ടി പി സിന്ധുമോളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടി പി സിന്ധുമോൾ ABVP-യിലൂടെ വളർന്നു വന്ന് അതിനുശേഷം അവർ BMS-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി, അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം മാധ്യമ വക്താവായി. അവർക്ക് മാധ്യമ വക്താവായി ശോഭിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളല്ല ടി പി സിന്ധുമോൾ. പക്ഷെ അപ്പോഴും അവരെ ഇപ്പോഴും മാധ്യമ വക്താവായി അവിടെ നിലനിർത്തിക്കൊണ്ട് അവർക്കൊരു നല്ല സ്ഥാനം കൊടുക്കാതെ, പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ നിങ്ങളെ പോലുള്ള ആൾക്കാരെ സംസ്ഥാന സെക്രട്ടറിയായി ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് ചോദ്യം ചെയ്തത്. അതിപ്പോഴും ചോദ്യം ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാർ BJP-യിൽ ഉണ്ടെന്നേ. അതുപോലെ പല ആൾക്കാരും BJP-യുടെ നേതൃനിരയിലേക്ക് വരേണ്ട പല ആൾക്കാരും നിൽക്കുമ്പോൾ നിങ്ങൾ ഈ സ്ഥാനത്തെത്തിയത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങളുടെ ഗോഡ് ഫാദറിന്റെ കഴിവ് കൊണ്ടാണ്, അത് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വന്ന് പാർട്ടിയെ ഭീഷണിപ്പെടുത്താനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റി നിർത്തിയ നിങ്ങൾക്ക് വീണ്ടും സംസ്ഥാന സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാനും കഴിയുന്നത് ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള, ഇന്നുണ്ടായിട്ടുള്ള പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടായിട്ടുള്ള, പാർട്ടി നേതൃത്വത്തിനുണ്ടായിട്ടുള്ള മൂല്യശോഷണം കൊണ്ടാണ്, ഒരു സംശയമില്ല. ഇതിനു മുമ്പ് എത്രയോ പേരെ BJP-യുടെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അന്നൊന്നും BJP പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ആൾക്കാർ ഈ രാജീവ് ചന്ദ്രശേഖർജി വന്ന ശേഷം പോലും നിരവധി പേരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ നിങ്ങളെ നിലനിർത്താനുള്ള ശ്രമം നടത്തുന്നത് 2 സംസ്ഥാന സെക്രട്ടറിമാർ. ഏതായാലും നിങ്ങൾക്ക് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി നിങ്ങൾക്ക് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നത് പാർട്ടിയിലെ പ്രബലരായ 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ആരോപണ വിധേയനായിട്ടുള്ള മറ്റൊരു സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ആരോപണത്തിന്റെ വിഴൽ നിൽക്കുന്നതുകൊണ്ട് അവരെല്ലാം ചേർന്ന് ഇന്നും നിങ്ങൾക്ക്, അതുപോലെ തന്നെ മീഡിയ കോ കൺവീനറാണ് നിങ്ങളോടൊപ്പം പരാതി കൊടുക്കാൻ വന്നതെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് മീഡിയ കോ കൺവീനറും നിങ്ങളും കൂടി ചേർന്നൊരു അന്നൊരു ബൈറ്റ് കൊടുക്കാതിരുന്നത്? അയാൾ എന്താ ഓടി മാറിക്കളഞ്ഞത്? മീഡിയ കോ കൺവീനർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടാണ്, പിന്നെ അതുപോലെ പാർട്ടി പറഞ്ഞു വിട്ടതാണെങ്കിൽ അയാൾ കൂടി നിൽക്കണമായിരുന്നു നിങ്ങളോടൊപ്പം ബൈറ്റ് തരാൻ. അതെന്താ നിൽക്കാതിരുന്നത്?
അപ്പൊ ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ്. അതിന് ഉത്തരം പറയേണ്ട മീഡിയ കൺവീനറാണ്. പാർട്ടി അയാളോട് ആവശ്യപ്പെട്ടതാണോ? അയാളോട് മാധ്യമങ്ങളെ വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നോ? മാധ്യമങ്ങളോട് ഇത് പറയാൻ ആവശ്യപ്പെട്ടിരുന്നോ എന്നൊക്കെ അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം പറയട്ടെ. ഏതായാലും മീഡിയ കൺവീനർ ആയാലും ആരായാലും ഇത് BJP നടപടിയെടുത്ത് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ തിരിച്ചു കയറാനുള്ള പുതിയ നീക്കങ്ങളും തന്ത്രങ്ങളുമാണ്. നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയുക, സഹതാപം ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ പിന്നെ കുട്ടിയുണ്ടെന്ന് പറയുക, അമ്മ മരിച്ചു പോയതാണ്. ഇതൊന്നും രാഷ്ട്രീയത്തിൽ റിലവന്റ് ആയ കാര്യമേ ഇല്ല. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇതൊന്നും രാഷ്ട്രീയത്തിൽ റിലവന്റ് ആയ കാര്യമല്ല. നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ഇത്തരത്തിൽ അഴിമതി കാണിച്ചിട്ടുണ്ടോ, നിങ്ങൾ പണം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇത്രയും സമയം ലാഗ് എന്താ എടുത്തത്? ഈ 1.5 മാസം എടുത്തത് എന്താ? ഈ പരാതിക്കാരെയൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ നിങ്ങളുടെ തലതൊട്ടപ്പൻ എല്ലായിടത്തും നടന്ന് പരാതി സെറ്റിൽ ചെയ്യാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവർ പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും വിളിക്കുകയും പല സ്ഥലങ്ങളിലും പോവുകയും ഞങ്ങളെ കുറിച്ചൊക്കെ എന്നെ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്നെ ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറയുന്നതായിട്ട് നിങ്ങളും മറ്റുള്ളവരും ഒക്കെ പറയുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. എന്തായാലും അത് നമുക്ക് നോക്കാം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പകരം നിങ്ങൾ കൃത്യമായി വിവരം പറയേണ്ടതിന് പകരം എനിക്കൊരു ലോൺ ഉണ്ട്, വലിയ ലോണാണ്, ഞാൻ ഇതെല്ലാം വെക്കാം, അത് നിങ്ങൾ തിരിച്ചടയ്ക്കുമോ എന്നൊക്കെ ചോദിച്ച് പ്രതിരോധം തീർക്കാൻ അല്ല ശ്രമിക്കേണ്ടത്. നിങ്ങളൊരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരാളാണ്. അക്കൗണ്ടബിലിറ്റി ഉണ്ടാവേണ്ട ഒരാളാണ്. കാരണം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ആ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റി പാലിക്കാൻ നിങ്ങൾ പ്രാപ്തിയാണോ എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇവിടെ ഞാൻ പറയുന്നുണ്ടല്ലോ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്റർവ്യൂ ചെയ്ത രണ്ടുപേരെ സംബന്ധിച്ച് ഇന്റർവ്യൂവറും ഇന്റർവ്യൂവും, അപ്പൊ അത് രണ്ടും ആങ്കറും ഇന്റർവ്യൂ വന്നിരുന്ന ഗസ്റ്റും തമ്മിൽ, ആ ഗസ്റ്റും ആങ്കറും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന രണ്ടുപേരാണ്. അപ്പോ അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ സഹായ സഹകരണ സംഘമാണ് ഇന്നലെ നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ ചാനലിന്റെ ഓണറും ഈ അന്ന് മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള ആളാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഇത് വന്നത്, ഇന്റർവ്യൂ വന്നതെന്നൊക്കെയുള്ളത് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ഏതായാലും ചാനലിനെ സംബന്ധിച്ച്, ചാനലിനെ കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം ഒരു ചാനലിന് വാർത്ത എന്ന് പറയുമ്പോൾ അവർ ആര് അപ്രോച്ച് ചെയ്താലും, നിങ്ങൾ നാളെ എന്റെ ചാനലിൽ വന്നിരുന്ന ഇന്റർവ്യൂവിന് വന്നാലും ഞാനും ഇന്റർവ്യൂ കൊടുക്കും, ഒരു സംശയമില്ല. കാരണം ആരായാലും, അത് ഏത് തരത്തിലുള്ള ആൾക്കാരായാലും നമ്മളെ ഒരു ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. ആ മാധ്യമധർമ്മം പാലിച്ചു എന്നുള്ളതാണ്. ചാനലിനെ കുറിച്ച് ഞാൻ വേറെ ആക്ഷേപങ്ങളൊന്നും പറയാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഒരു ചാനലിന്റെ ഫ്ലോർ മറ്റുള്ള ചാനലുകാരെ മഞ്ഞപ്പത്രക്കാരെന്ന് ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അതേ മോഡലിലുള്ള ചാനലാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും അത് അങ്ങനെ പറയരുതെന്ന് പറയാനുള്ള മാന്യതയും മര്യാദയുമായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. ആ മാന്യതയും മര്യാദയും ഈ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഏതായാലും അങ്ങനെ മാന്യത നിങ്ങൾ കാണിച്ചില്ലെങ്കിലും ആ മാന്യത ഞാൻ പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഇവിടെ ഈ ശബരിനാഥന്റെ പിന്നിൽ ആരാണെന്ന് BJP കണ്ടെത്തണം. ശബരിനാഥൻ സാധാരണഗതിയിൽ ഇത്രയും വലിയ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ആളൊന്നുമല്ല, നമുക്കറിയാം. കോൺഗ്രസിൽ നിന്ന് ശബരിനാഥന് വേണ്ടത്ര പിന്തുണ ഈ വിഷയത്തിൽ ഇല്ല. പിന്നെ ശബരിനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും BJPയിൽ മുഴുവൻ കുഴപ്പമാണ് എന്ന് കുഴപ്പമുണ്ടാക്കിയ ആൾക്കാർ ശബരിനാഥനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് ഇങ്ങനെ പരാതി കൊടുക്കാൻ ഏതെങ്കിലും തരത്തിൽ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും കണ്ടെത്തുന്നതും നന്നാവും. നന്ദി ശ്രീല.